ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെയും ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം നടന്ന 31-ാം തീയതി ആയിരുന്നു ഈ കേസ് 3-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചത്. 30-ാം തീയതി തന്നെ ഈ ഒരു കേസിൻ്റെ ഈ കോഴ്സിൽ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും CMB കാൾ ഫോർ എന്ന് പറഞ്ഞിട്ട് ഒരു വേർഡ്. അപ്പോൾ അത് കണ്ട പാടെ തന്നെ എനിക്ക് തോന്നി ഇതെന്തോ ഒരു CMB കൂടി ഫയൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ പിന്നെ അവസാനം ഇത് കേസിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ബാരിക്ക പറഞ്ഞപ്പോഴാണ് ബാരിക്കയുടെ ഒരു വൈറലായ ഒരു വോയിസ് നോട്ട് ഉണ്ടായിരുന്നു, വാട്സപ്പ് വോയിസ് നോട്ട്. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായത്. നമുക്ക് ബാരിക്കയുടെ ആ ഒരു കാര്യത്തെ നമുക്കൊരു ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു വീട്ടിലെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, കുട്ടികൾ പറയുന്നു അച്ഛനോട് നമുക്ക് ടൂറിന് പോകണമെന്ന് പറയുന്നു. അപ്പോൾ അമ്മ പറയുന്നു പോണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇത് കുട്ടികൾക്ക് ആർക്കും ഒരു അനിശ്ചിതത്വമാണ്, ഇത് ടൂറിന് പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. അവസാനം വെക്കേഷൻ തീരാനായി. അപ്പോൾ അവസാനത്തെ സമയത്ത് ഭാര്യ പറയുന്നു ഞാനും കൂടി വരുന്ന ടൂറിന് എന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിന് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഞാനും കൂടി വരുന്നുണ്ട് ടൂറിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു നമ്മുടെ പുറത്തൊക്കെ ടൂറിന് പോകുമ്പോൾ സമയത്ത് വീട്ടിലുള്ള വയസ്സായ ആൾക്കാരെയും കൂടി കൂട്ടുന്നു എന്നുള്ള കാര്യമാണ് ഈ ഒരു കേസിൽ ഈ കമ്പനിയും കൂടി കക്ഷി ചേർക്കാൻ വേണ്ടിയിട്ട് അവസാനം കോമ്പറ്റൻ്റ് അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു നടപടി, ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ കമ്പനിയുടെ കാര്യങ്ങളെക്കുറിച്ച്, ഇവരുടെ തട്ടിപ്പിനെ കുറിച്ച് ഉത്തമ ബോധ്യമുള്ളവരാണ് കോമ്പറ്റൻ്റ് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നോട്ടുള്ള നടപടികൾ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോമ്പറ്റൻ്റ് അതോറിറ്റിയാണ്. മുന്നോട്ടുള്ള നടപടികൾ എന്ന് പറഞ്ഞിട്ട് കള്ളന്മാർക്ക് കഞ്ഞി വെച്ച് കൊടുക്കുകയും വിടുപണി ചെയ്യുകയും താങ്ങി കൊടുക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് ഒരു 10-20ഓളം അഡ്മിന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉളുപ്പ് ഒരു 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 അനീതി, അക്രമം, ഒരു കൊള്ളരുതായ്മ, ഒരു വലിയ മണീച്ചൻ, സാമൂഹ്യ വിപത്ത് നടന്നു കഴിഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കുക. ഇനിയിപ്പം നഷ്ടപ്പെട്ടവരായിക്കോട്ടെ നഷ്ടപ്പെടാത്തവരായിക്കോട്ടെ, സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ഇനിയും ആൾക്കാർ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രതികരിക്കുക എന്നുള്ള ഒരു സാമാന്യം നീതിബോധമാണ് തെണ്ടുകളെ നിങ്ങൾക്കൊക്കെ ഉണ്ടാവേണ്ടത്. അതിന് പകരം കമ്പനിയിൽ കോടിക്കണക്കിന് നിക്ഷേപിച്ചിട്ട് അത് അവിടെ നഷ്ടപ്പെട്ട ബെൻസ് വാങ്ങിയ പേൾ റാങ്ക് അടിച്ച ആൾക്കാർ വരെ ഇപ്പോഴും ന്യായീകരിക്കുകയാണ്. സങ്കടം തോന്നുന്നു, സങ്കടം. ഇവർക്കൊക്കെ എന്തുമാത്രം യുക്തിബോധമാണുള്ളത്, ധർമ്മബോധമാണുള്ളത്, എന്ത് മൂല്യമാണ് ഈ തെണ്ടികൾ കാത്തു സൂക്ഷിക്കുന്നത് എന്നാണ് ചോദിക്കാനുള്ളത്. അത് പണം നഷ്ടപ്പെട്ടവരാണ്, എന്നിട്ടും പറയുകയാണ് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത തട്ടിപ്പ്. കഴിഞ്ഞ 12 വർഷമായിട്ട് തട്ടിപ്പ് മാത്രം ചെയ്ത് കുടുംബം പുലർത്തുന്ന ഒരുത്തനെ സാറെന്നും ദൈവമെന്നും ഒക്കെ കരുതി വിളിക്കുകയാണ്. വെറും വിദ്യാഭ്യാസ യോഗ്യത പറയുന്നില്ല, കളിയാക്കുന്നില്ല, പക്ഷെങ്കിൽ യാതൊരുവിധ യോഗ്യതയുമില്ലാത്ത, പണം കൊണ്ട്, ആരാൻ്റെ പണം കൊണ്ട് വാങ്ങിയ പദവികളും പോഷും അവാർഡും കൊണ്ട് മറ്റുള്ളവരെ പറ്റിച്ചൊരു യുവതി. അപ്പോൾ ഇവരെയൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ പൈസ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാം തികയില്ലല്ലോ. അപ്പോൾ അവരെ ആരാധിക്കുന്നു. കഷ്ടം, എന്താണ് പറയേണ്ടത്. അപ്പോൾ എത്ര പൈസ പോയാലും, നമുക്ക് എത്ര തന്നെ അനുഭവം ഉണ്ടായാലും പഠിക്കാത്ത കുറേ തെണ്ടികൾ ആണ് ഈ ഹൈറിച്ച് ഓളികൾ എന്ന് പറയുന്നത്. എന്നിട്ടും പൈസ നഷ്ടപ്പെടുത്തിയ കാരണക്കാരായ ആൾക്കാർ പറയുന്നതാണ് ഇവർക്ക്
അവസാന വാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പറയാൻ വിചാരിച്ചത് റേഡിയോ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നിഷ്കളങ്കനായ ഭാര്യയ്ക്ക് ഈ കാര്യങ്ങൾ പറയുന്നു. കേസ് നീട്ടിവെപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, വിധി നീട്ടിവെപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. വിധി എന്തായാലും വന്നു കഴിഞ്ഞു എൻ്റെ ഭാര്യയ്ക്ക്. എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? വിധിയൊക്കെ കഴിഞ്ഞു. ചോറ് തിന്നുന്ന ആർക്കും തന്നെ മനസ്സിലാവും ഇവർ ചെയ്തത് തെണ്ടിത്തരമാണ്, മണീച്ചയിലാണ് എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. നിങ്ങൾ കുറച്ച് ആൾക്കാരുടെ, സാധാരണക്കാരുടെ പണം പോയി എന്ന് വിചാരിച്ച് ഇവിടെ ഈ രാജ്യത്തെ നിയമം മാറ്റാൻ സാധിക്കില്ല. അതാണ്, ഒരാളെ കൊന്നാൽ അവർക്ക് ജീവിക്കാൻ അനുവാദമില്ല എന്നുള്ള നിയമമാണ് മറ്റ് രാജ്യങ്ങളിലും. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഇന്ത്യക്കാരിയെ തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. അങ്ങനെയാണ്, ഒരാളെ കൊന്നു കഴിഞ്ഞാൽ മരണം തന്നെയാണ് ശിക്ഷ എന്നുള്ളത്. അതുപോലെ ഇവിടെ തന്നെ ഇത്തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പ് നിയമമുണ്ട്, സ്പെഷ്യൽ ആക്ട് ഉണ്ട്. ആ നിയമത്തിൻ്റെ മുന്നിൽ ഒരുപാട് ആൾക്കാർ നമ്മൾ പൂട്ടം വരെ പൈസ കിട്ടീനി, നമ്മുടെ വീട് പണയത്തിലാണ്, പിന്നെ നമ്മുടെ മരുന്ന് മേടിക്കാൻ പൈസയില്ല, കഞ്ഞി വെക്കാൻ അരി മേടിക്കാൻ പൈസയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ നിയമത്തിൻ്റെ വഴി, അത് നിക്ഷേപകരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മോദി സർക്കാർ ആ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിക്ഷേപകരെ സംരക്ഷിക്കാനുള്ള നിയമത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ, ലൂപ്പ് ഹോൾസ് ഉണ്ടെങ്കിൽ അത് അടക്കാനുള്ള കാര്യങ്ങൾ, എത്രയും പെട്ടെന്ന് ചെയ്യാനുള്ള സമ്മർദ്ദം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അല്ലാതെ അയ്യോ നമുക്ക് പൂട്ടും വരെ പൈസ തന്നിനി, ശ്രീനിയും പ്രതാപനും ദൈവമാണ്, എന്താണല്ലേ ഇങ്ങനെയുള്ള വിഡ്ഢികളോടാണ് നമ്മൾ തർക്കിക്കുന്നത്, അവർക്ക് വേണ്ടി സമയം പാഴാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കോടതിയിലെ കാര്യങ്ങൾ, നമ്മുടെ ഈ കക്കൂസിൽ ബക്കറ്റ് അടക്കം വിൽക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അതിൻ്റെ അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ തരാം. ഇതിപ്പോൾ ഒരുപാടായി. അപ്പോൾ ഇതാണ് വിധി. പെരിഷബിൾ അസറ്റ്സ് വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അത് നിങ്ങൾ നോക്കേണ്ടത്, പെരിഷബിൾ അസറ്റ്സിൻ്റെ വിലപ്പെട്ട സാധനങ്ങൾ, വാഹനങ്ങളെല്ലാം തന്നെ EDയുടെ കസ്റ്റഡിയിലുള്ള സാധനമാണ്. അതാണ് കോമ്പറ്റൻ്റ് അതോറിറ്റി പറയുന്നത്, അതും വിറ്റോളൂ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൻ്റെതായ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ താക്കോല് കൊണ്ടുപോയിരിക്കുന്നത് ED ആണ്. ED താക്കോല് കൊണ്ടുപോയ EDയുടെ കസ്റ്റഡിയില്ല, താക്കോല് കൊണ്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റോഡിയൻ അയാളാണ്. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥയുള്ള സാധനം എങ്ങനെ വിൽക്കാൻ സാധിക്കും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെയുള്ളത് ആ ഷോപ്പിൻ്റെ താക്കോല് കോടതിയിലാണ്. ആ കോടതിയിൽ നിന്ന് താക്കോല് കിട്ടിയിട്ട് വേണം അവിടെയുള്ള സാധനങ്ങൾ ഒന്നും കൂടി എടുത്ത് പരിശോധിച്ച് അത് പുറമേ കാണിച്ച് ഓപ്ഷൻ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഓപ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ കാണേണ്ടി വരും ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. എന്നിട്ടും ഇപ്പോൾ കമ്പനി തിരിച്ചു വരുമെന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ കടക്കാരോടും മറ്റുള്ളവരോടും ബാങ്കുകാരോടൊക്കെ ഇതാ കമ്പനി 3-ാം തീയതി തിരിച്ചു വരും, നിങ്ങൾ 3-ാം തീയതി വരെ എങ്ങനെയെങ്കിലും സഹിക്ക്, 4-ാം തീയതി നിങ്ങൾക്ക് നമ്മളെ പുളിങ്കം കിട്ടിയിട്ടാകുമ്പോൾ നിങ്ങൾക്ക് തരുമെന്നൊക്കെ ആൾക്കാർ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ എല്ലാ പമ്പര വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്നേ പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് നാളെ ഇതൊരു തീരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ബൈ.